ഹലോ ഗായ്സ്, ഞാൻ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഒന്നുമില്ല, എൻ്റെ ഒരു നോർമൽ റിലാക്സിങ് വർക്കിംഗ് ഡേ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ഊബർ എടുത്തിട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി നല്ല ബ്ലോക്കിൽ പണി കിട്ടാറുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങി നേരത്തെ ഓഫീസിലെത്തി. അതിൻ്റെ സന്തോഷമാണ് മുഖത്ത്. ആൻഡ് രാവിലെ തന്നെ എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരുടെ എക്സാമിൻ്റെ കാര്യങ്ങളും കുറച്ച് ഡേറ്റ വർക്കൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെ തീർക്കുന്ന പരിപാടിയിലാണുള്ളത്. അങ്ങനെ അതൊക്കെ തീർന്നപ്പോൾ രാവിലെ തന്നെ എനിക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് ഫ്രീ ടൈം കിട്ടി. സാധാരണ രാവിലെ അങ്ങനെ കിട്ടാറില്ല. ആ സമയത്ത് എൻ്റെ മെയിൻ ഹോബിയായ റീഡിങ് ഞാൻ പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ഇന്നലെ മാതൃഭൂമി ബുക്സിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കാണിത്. കംപ്ലീറ്റ് ആയില്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതിനുശേഷം ഉച്ചയായപ്പോൾ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കുവാണ്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫോക്കസ് ആയില്ല. ഓക്കെ, അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി എഡിറ്റ് ചെയ്തൊക്കെ സെറ്റാക്കി. ഇതാണ് നമ്മുടെ ആയുധം, മെയിൻ ആയുധം. അപ്പോൾ മെയിൻ ആയുധം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഷൂട്ടിന് പോകാം. ഷൂട്ടിന് പോകുന്നതിന് മുന്നേ നമുക്കതൊരു ഡെമോ പറച്ചിലുണ്ട്. അതായത് സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് തിരുത്തൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ടേക്കൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് ഡെമോ പ്രാക്ടീസ് ചെയ്ത് നോക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡിയോയിലോട്ട് ഷൂട്ടിന് പോകുന്നത്. ഷൂട്ട് ആക്ച്വലി കുറച്ചൊക്കെ ഫണ്ണായിരിക്കും, ചിലപ്പോൾ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരിക്കും. ഫുൾ ചുറ്റിലും ലൈറ്റും ക്യാമറയും ഒക്കെ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം പെട്ടെന്ന് തീർത്തു. ഒരു അരമുക്കാൽ മണിക്കൂറിൽ തീർത്തു. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഏകദേശം എല്ലാം സെറ്റായി, എല്ലാം പാക്കപ്പ് ചെയ്തു. നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഞാൻ പിന്നെ നടക്കുന്നത് കൊണ്ട് ബ്ലോക്ക് എനിക്ക് ബാധകമല്ല. എന്നാലും കൊച്ചിയിലെ ട്രാഫിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ മെട്രോ കയറി ഞാനിതേ അവസാനം വീട്ടിലെത്തി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക. ബൈ.